ആ അതുപോലത്തെ ഒന്നും ഇവിടെ കിട്ടൂല. ഇവിടെ ഈ കടലിൽ നിന്ന് കിട്ടണ ഞണ്ടില്ലേ ചെറുത്, അതേ ഇവിടെ കിട്ടുള്ളൂ. ദൈവമേ, ഞങ്ങളുടെ അവിടെ എന്തുമാത്രം ഉണ്ടെന്ന് അറിയാം. ഇഷ്ടം പോലെ ഉണ്ട് ഞണ്ട്. അതെങ്ങനെ വെക്കും അപ്പൊ? കൊടമ്പുളി ഭയങ്കര ടേസ്റ്റ് ആയിരിക്കുമല്ലേ? നല്ല ടേസ്റ്റ് ആണ്. അത് ഫ്രൈ ആക്കണം, സൂപ്പറാണ്. കൊടംപുളിയൊക്കെ ഇട്ട്. അതെ, കൊടമ്പുളിയുടെ അതിൽ മസാലയൊക്കെ ഇട്ട് നല്ല ഫ്രൈ ആക്കും, നല്ല ടേസ്റ്റ് ആണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ഇന്നലെ ഉണ്ടായിരുന്നു? ഇന്നലെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു. ഓ, എന്താ രാവിലെ തന്നെ ഞണ്ടിന്റെ കഥ പറഞ്ഞു കൊടുക്കണേ? എന്റെ പൊന്ന് കനക, ആലപ്പുഴയിലെ ഞണ്ടാണ് ഞണ്ട്. റാണിയുടെ വീട്ടിലേ ഇന്നലെ ഞണ്ട് കറിയായിരുന്നു. അവളുടെ കെട്ടിയാൻ വെള്ളമാണെങ്കിലും ഞണ്ടൊക്കെ മേടിച്ചോണ്ട് വരും. അത് വെച്ച കഥ പറയണായിരുന്നു. നാവില് വെള്ളം ഊറിയിട്ട് പാടില്ല. ഓ സൂപ്പർ കറിയാണ്ട. നിനക്ക് ഓർമ്മയില്ല അന്ന് നമ്മള് ഇവിടെ പോയപ്പോ ആ ബണ്ട് റോഡില്ല, എവിടെയാണ്? ചങ്ങനാശ്ശേരി പോണ വഴി. അയ്യോ, ചങ്ങനാശ്ശേരിക്ക് പോണ റോഡിലോട്ട് കയറിയിട്ട് ആ ബണ്ട് റോഡ് കഴിഞ്ഞ തൊട്ടപ്പുറത്ത് പോയണ്ടല്ലോ കള്ള് ഷാപ്പ്. അതന്നെയാണ്. അവിടെ ഞണ്ടും തവളയും എല്ലാം കിട്ടും. നല്ല ഒരു പോക്ക് പോണോട്ടാ നമുക്ക്. ആ ഞണ്ട് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നല്ലോ. സൂപ്പറല്ലേ അവിടുത്തെ ഞണ്ട് കറി എന്ന് പറഞ്ഞാൽ പിടുത്തം വിട്ടു പോകും. ഈ ഞണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴപ്പോ അത് തിന്നാൻ കൊതിയായല്ലോ. ഇവിടെ ഇരുന്ന് കൊതിച്ചിട്ട് എന്തായാലും ഇവിടെ കിട്ടൂല. എന്തേലും നുണ പറഞ്ഞ് നമുക്ക് വിടാവാണ്. നമ്മുടെ മാർക്കറ്റിൽ കിട്ടില്ല ഞണ്ട്. നമ്മുടെ മാർക്കറ്റിലൊന്നും ആജാതി ഞണ്ട് കിട്ടൂലെന്ന്. പോയി നോക്കാന്ന്, എന്തെങ്കിലും കിട്ടിയാലോ. നീ ഒരു കാര്യം ചെയ്യും, ഞാൻ നിന്റെ അടുത്ത് കുറച്ച് ഞണ്ട് വാങ്ങിച്ചു തരും. നീ അത് വീട്ടിൽ കൊണ്ടുപോയിട്ട് നന്നായിട്ട് വെച്ചിട്ട് എനിക്ക് കൊണ്ടുതരാവില്ലേ? എൻ്റെ വീട്ടില ആ പോർക്കിനൊന്നും ഇത് വെക്കാൻ അറിഞ്ഞൂടെന്ന്. വെറുതെ അത് വരലിട്ട് ഇടിച്ച് നശിപ്പിച്ച് കളയും. വെക്കൂല ഇവളൊന്നും. എന്നാ പിന്നെ ജമന്തിക്കൊക്കെ അറിയോ ചോദിച്ചാലോ? ജയമന്തിക്കൊന്നും അറിയാൻ പറ്റൂല. ഞണ്ട് വെണ്ടക്ക വെച്ചാൽ തെറ്റിപ്പോണ ആളാണ്. അതെ ജമന്തി. എന്തറിയോ, കുറച്ച് ഞണ്ട് കിട്ടിയിട്ടുണ്ട്. ഞങ്ങളിപ്പോ മാർക്കറ്റിൽ നിൽക്കണേ. ഞണ്ട് മാർക്കറ്റില് ഞണ്ട്. അപ്പൊ അത് നിനക്ക് വെക്കാൻ അറിയുമെങ്കിൽ വീട്ടിലേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ പിന്നെ അത് വേറെ ആർക്കെങ്കിലും കൊടുക്കാം. എന്താ വേണ്ട? അറിയോ? അല്ല അറിയുമെങ്കിലും മതി കേട്ടോ, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാം. എങ്ങനെ കൊടുത്താലും ഒരു 100-500 റുപ്യ കിട്ടും. അല്ലെങ്കിൽ പിന്നെ ഫാസിലിന് കൊടുക്കാം. അവന് കൊടുക്കണ്ടാന്നോ? ഓക്കെ. എന്നാ കൊണ്ടുതരാം. അപ്പളേ അത് വൃത്തിയായിട്ട് വെക്കണട്ടാ. നാളികേരൊക്കെ അരച്ച് നല്ല കൊടംപുളിയൊക്കെ ഇട്ടിട്ട്. ശരി. ഓക്കെ. ഇതറിയാം. അവൾക്കറിയാന്ന്. അത് ശരി. ഇവളെന്ത് ഊളനായരാണ്. അപ്പൊ എവിടുന്ന് കിട്ടും ഞണ്ട്? ഞണ്ട് നല്ല ഞണ്ട് കിട്ടണമെങ്കിൽ ആലപ്പുഴ പോണം. അല്ലാന്ന് എവിടെയും പോയി നോക്കാം, നല്ല കിട്ടിയത് വാങ്ങാന്ന്. നമ്മുടെ ഇവിടെ മോശം കിട്ടുള്ളൂ. നീ ചെറുത് അത് മതിയാ? അല്ലടാ, ഉള്ളതിന് വലുത് വാങ്ങാം. എന്തൊരു സൗകര്യമാണ് തോന്നണത്. അപ്പൊ തന്നെ മേടിച്ചുണ്ടാക്കി തിന്നു. അല്ലാതെ പിന്നെ പോവാ. ഞണ്ട് ജമന്തി വാ. ജമന്തി നോക്ക്, നല്ല അസലിയാണ്ടാ. അത് കിട്ടി. അതല്ലേ ഞാൻ പറഞ്ഞത്. അതെ, നന്നായിട്ട് കറി വയ്ക്കും ചെയ്യും, വറക്കും ചെയ്തു. സാമ്പാർ വെച്ചോ, അതിനെന്താ കുഴപ്പം? നന്നായിട്ടൊക്കെ വെക്കണം കേട്ടോ. അറിയോ നിനക്ക്? പിന്നെ അതെന്താ അങ്ങനെ അപ്പൊ ഞാനും പാസിലും ഉണ്ടാവും ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ. നന്നായിട്ട് വെക്കാനറിയാമോ? നേരെ വെക്കി. കളിയാക്കല്ലേ? ഞണ്ട് കറി ഉണ്ടെങ്കിൽ 2 കറി വേണ്ടെന്നാ കാരണന്മാര് പറയാറ്. ഇത് നേരെ വെക്കാനട്ടാ. പോട്ടെ. ഇതിപ്പോ എങ്ങനെ നന്നാക്ക? ഭയങ്കര പഠിപ്പാണല്ലോ. അമ്മ എവിടെ? ഭയങ്കര ഇമ്പോസിഷൻ അല്ലേ? ഒന്ന് തെറ്റിപ്പോയി. എന്ത് ചെയ്യായിരുന്നു? ഡാൻസ് കളിക്കായിരുന്നു അടുക്കളയില്. അതല്ല, ഉറുമ്പൊക്കെ കയറി പോണു.
പിന്നെ ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞണ്ട് കഴിച്ചിട്ടുണ്ടോ? പിന്നെ ഞണ്ട് കഴിക്കാത്ത ആരാളുള്ളത്? ഇഷ്ടംപോലെ കഴിച്ചിട്ടുണ്ട്. പണ്ട് ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും മേടിക്കുമായിരുന്നെങ്കിൽ ഞണ്ട്, കൂന്തല്, കക്കർച്ചി, അങ്ങനെ സ്രാവ്, എന്തൊക്കെ സാധനങ്ങളാ. സ്രാവിനെ തിന്നിട്ടില്ല? നീ എവിടെ ജനിച്ചു വളർന്നെന്റെ മോളെ? ഇതൊക്കെ അമ്മ ഉണ്ടാക്കോ? അമ്മ ഉണ്ടാക്കുമെന്ന് ഞാൻ ഉണ്ടാക്കുമല്ലോ. അപ്പൊ അറിയാമോ? ഇത്ര വലിയ സംഗതി ഒന്നുമില്ല, ഇവളുടെ പ്രായത്തിലേ ഉണ്ടാക്കും ഞാൻ. ഇത്ര കുഞ്ഞിലെയോ? ഇത്ര ഞാൻ ഇച്ചിരി കൂടെ ഒക്കെ വലുതായിട്ട്. ഞണ്ടോ? അയ്യ, ഇത് നിനക്ക് അറിയാൻ പാടില്ല. അപ്പോ അതല്ല, നാത്തോന് ഉണ്ടാക്കുന്ന എനിക്ക് അറിയില്ലായിരുന്നു, അതാ. പിന്നെ ഞാൻ ഉണ്ടാക്കില്ലേ. ഇതെങ്ങനെ കറി വെക്കണേ? കറി വെക്കണമെന്ന് പറഞ്ഞാൽ സാധാരണ മീൻകറി വെക്കണ പോലെ അങ്ങോട്ട് വെട്ടിപ്പുഴുങ്ങി അങ്ങ് ഉണ്ടാക്കല്ല ചെയ്യണത്. ഞണ്ട് വെക്കുക, കൂന്തൽ വെക്കുക, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 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 കലയത്. അതിനൊരു നാക്കൊക്കെ ഉണ്ട്. അങ്ങനെ ഓടിച്ചത് എളുപ്പമൊന്നും അങ്ങനെ എല്ലാവർക്കും വെക്കാൻ പറ്റില്ല. എന്റെ സംശയം എന്താണെന്നറിയാമോ? ഈ ഞണ്ടിന്റെ ഇങ്ങനെ തോടുണ്ടല്ലോ, അതൊക്കെ പൊളിച്ച് എങ്ങനെ നന്നാക്കും? ഇപ്പൊ എന്താ ഞണ്ടി കിടന്ന് കളിക്കണെന്താ? എങ്ങനെ നന്നാക്കും അത് പറ. ഇപ്പൊ മരം എങ്ങനെ മുറിക്കും എന്ന് വെച്ചാൽ മരം അടിയിൽ നിന്ന് ഇങ്ങനെ വെട്ടണം എന്ന് പറഞ്ഞു തരാനല്ലേ പറ്റുള്ളൂ. അമ്മ, ഈ നണ്ടെന്ന് വെച്ചാൽ 8 കാലി പോലെ ഇരിക്കണല്ലേ? ക്രാബ് അല്ലേ? 8 കാലി അല്ല, ക്രാബ്. ആ, കൊറേ കാലില്ലേ? അവള് കണ്ടിട്ടില്ല. അതാ എന്റെ മോള് കണ്ടിട്ടില്ലോ, നണ്ടിനെ കണ്ടിട്ടില്ലോ. എന്റെ തക്കളി, നിന്റെ സംശയം ചോദിക്കല് കഴിഞ്ഞോ? ഇനി മാമി ചോദിച്ചോട്ടെ. മമ്മിക്ക് നാളെ പരീക്ഷ ഉണ്ട്. അല്ല, പറ, എന്നിട്ട് അത് എങ്ങനെ നന്നാക്കണേന്ന് പറ. അത് തോടൊക്കെ പൊളിക്കണം. അത് നീ ചെന്ന് അങ്ങനെ ചെയ്താലൊന്നും ശരിയാവൊന്നുമില്ല. എന്തിനിപ്പൊ ഞണ്ടിന്റെ കാര്യം അറിഞ്ഞിട്ട്? എന്നാ ഒന്ന് എനിക്ക് കാണിച്ചു തരാം എങ്ങനെ നന്നാക്കണേന്ന്. ഞണ്ട് എവിടെ ഇത്തിരി പോകുന്നൊരു ഞണ്ട് അവിടെ ഉണ്ട്. എവിടെ ഇരിക്കണ്? വീട്ടിൽ. അമ്പടി കള്ളി. അപ്പൊ നീ ഞണ്ട് നന്നാക്കാൻ വേണ്ടി വളഞ്ഞ് മൂക്ക പിടിച്ചതാണ് ഈ കണ്ടതല്ലേ? അറിയില്ലെങ്കിൽ എന്തിനാ മോളെ മേടിച്ചത്? അറിയായിരുന്നു. അല്ല, സത്യമായിട്ട് എനിക്ക് അറിയായിരുന്നു. പക്ഷെ അത് ആ ഞണ്ടിന്റെ ഷേപ്പ് അല്ല ഈ ഞണ്ടിന്. ഇത് വേറെ ഏതോ വീട്ടിലെ ഞണ്ട്. വാ, ഇതൊക്കെ ഇത് കൊണ്ടുവന്ന് വെച്ചിട്ട് അന്ന് വേഗം വാ. എനിക്ക് പണിയുണ്ട്. നിന്റെ ഈ ഞണ്ടിന്റെ പുറകെ നടന്നാ പോരാ. ഞാൻ കണ്ടിട്ടില്ല. ഞണ്ടിനെ കണ്ടിട്ടില്ല ഇത്രയും കാലമായിട്ട്. ഞണ്ടെങ്കി ഞണ്ട്. ഞാനുണ്ടേ. ഇങ്ങോട്ട് അവിടെ വച്ചേക്കോ. ഞാൻ ഞണ്ടിനെ എടുക്കാൻ അറിയാൻ പാടില്ലാത്ത നീയൊക്കെ. എന്താ? അയ്യോ, പേടിയാണ്. ഇതെന്താ? ഞണ്ട്. ഇതല്ല, ഇങ്ങനത്തെ അല്ല ഞാൻ കണ്ട ഞണ്ട്. പിന്നെ എങ്ങനത്തെ ഞണ്ട്? ഇങ്ങനത്തെ അല്ലേ ഉള്ളൂ. അല്ല, ഞാൻ മറ്റേ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ വയ്ക്കാൻ അറിയാമോ ഞണ്ട്? ഈ പ്രായം തൊട്ട് ഞണ്ട് വയ്ക്കണമെന്നല്ലേ എന്നോട് പറഞ്ഞേ? അത് ഞാനേ അറിയാൻ പാടില്ലേ? അത് അമ്മ എന്ന് വെച്ചപ്പോ ഞാൻ കൂടെ നിന്ന് നേടുന്നു. പിന്നെ ഇതിപ്പോ എങ്ങനെ ശരിയാക്കൂന്ന് പറ. നിനക്കറിയാമെങ്കിൽ പിന്നെ നീ വെച്ചാ പോരെ. നീ ഇത് മേടിക്കാൻ പറഞ്ഞവരോട്. അത് ഞാൻ വിചാരിച്ചു ഇങ്ങനത്തെ ഞണ്ടിനെ കൊണ്ടുവരുന്നെന്ന്. ഞാൻ വിചാരിച്ചു ഇത് തോടൊക്കെ പൊളിച്ചതായിരിക്കും. അതാ ഇങ്ങനത്തെ പാടുണ്ടായില്ലല്ലോ. ഞാൻ ഇങ്ങനെ ഇരിക്കണേ. ഇതിപ്പോ കറി വെച്ച് കൊടുത്തില്ലെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താവുന്ന അതുനെ എന്തെങ്കിലും ചെയ്യും. എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞാലേ ഓരോരുത്തരും എടുത്തു നോക്കട്ടെ. ഞാൻ എടുത്തു. ഞാനൊരുത്തിന് എടുത്താ നേരത്തെ. പഠിക്കോ? ഇങ്ങനെ അള്ളി പിടിക്കോ? ഇല്ലല്ലേ? ഇല്ല, ഇത് ചത്തതാ. കണ്ട, ഇത് ഇങ്ങനെ ഇരിക്കുമ്പോ പേടിയാവുള്ളൂ. വേഗം ഉണ്ടാ. ഇതിന് കാണുമ്പോ പേടിയാവില്ല. ഇതിന് എങ്ങനെ കറി വെക്കും? കറി വെക്കണില്ല. ഇത് ഇതിനകത്തുള്ള എന്നെ കൊന്നെടുക്കണ്ടേ? കൊണ്ടാ എന്തിനാ? ഇതൊരു കാര്യം ചെയ്യാം. ഇതിനകത്തുള്ള ജീവനുള്ള ഞണ്ടിനെ ആദ്യം നമുക്ക് കൊല്ലാം. എങ്ങനെ? നമുക്കൊരു വടിയെടുത്ത് അങ്ങ് തല്ലിക്കൊന്നാലോ? പിന്നെ വടിയെടുത്ത് തല്ലിക്കൊന്ന ഇതൊക്കെ പൊളിഞ്ഞോണ്ട് ഇത് ഈ സാധനമൊക്കെ. ചേട്ടാ, ഈ സാധനമൊക്കെ ഇതെന്താ കളഞ്ഞിട്ട് തരാഞ്ഞവര്? അതാണ്. കണ്ണ് മൂക്ക് പോയടി. കണ്ണുണ്ട്. ഇങ്ങനെ നന്നാക്കുന്നു. നീ അതിന് ഉത്തരവാദിത്വം പറയണ്ടായിട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞാൻ ഒരു കാര്യം പറയട്ടെ. നമുക്ക് വലിയൊരു കല്ലെടുത്തിട്ട് ഇങ്ങനെ ഇടിക്കാം. ഇത് പൊളിഞ്ഞു നിൽക്കണം. ഇത് നമ്മള് വിചാരിച്ച പോലെയല്ല. കണ്ട, ഭയങ്കര ശക്തിയാ. കല്ലെടുത്തിടിച്ചാലോ? കല്ലെടുത്തിടിക്കാം. ഇതിനെ അടുത്ത് എങ്ങനെ അകച്ചൂട്ടിട്ട്
ആ ഇത് വെച്ചിടുമ്മേ. ഇത് തുറന്നു പിടിച്ച് കമ്പ് വെച്ച്. അകത്ത് പോയി വാ. ഞങ്ങള് നീ ഒരു പണി ചെയ്ത് വെക്കണത്. വാ ഇനി വലിയ കല്ല് അന്വേഷിക്കാം. നീ ഒരു കാര്യം ചെയ്ത് നിന്റെ ഫോണിൽ എന്താണ്ട് സാധനമൊക്കെ ഇല്ല, അതിനകത്ത് ഞണ്ട് കറി വെക്കണ എങ്ങനെയാന്ന് ചോദിക്കും. ഓക്കെ ഓക്കെ അതപ്പ കിണറ്റിൻ്റെ അവിടെ വാക്കൊക്കെ എന്നും കിണറ്റിൻ്റെ മുകളിൽ തന്നെ ഒന്ന് ഇരിക്കാവോ? തങ്കം തങ്കം ഏയ് ഹലോ തങ്കം വാതിലും തുറന്നിട്ടിട്ട് മേയാൻ പോയായിരിക്കും. എത്ര പറഞ്ഞാലും അറിഞ്ഞൂടാ. വാതിൽ തുറന്നിട്ടിട്ട് തങ്കം വാതിൽ അടിച്ചോണ്ടിരിക്കുകയായിരിക്കും അവിടെ. തങ്കം തങ്കം ജമന്തി ഇന്ന് ആരുമില്ലേ? ഇതൊരു വല്ലാത്ത സ്മെല്ല്. തങ്കം ജമന്തി കട്ട് ചെയ്തെടുക്കണേ. ഇത് ദേ ഇങ്ങനെ പിച്ചാത്തി കൊണ്ട് ടിങ് ടിങ് ടിങ്. ഇതേ ഞാനൊരു കാര്യം പറഞ്ഞത്, ഇങ്ങനെയുള്ള വേഷം കെട്ടി ഇനി ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നെ കൊല്ലും ഞാൻ. എന്നെ വഴക്ക് പറയല്ലേ? ലൈക്ക് ചെയ്യില്ലേ? ഇങ്ങനെയൊക്കെയാണോ ദൈവത്തിനറിയാം. ഇപ്പൊ ഉണ്ടാരാണെങ്കിൽ ചെറുത് പോലുമില്ല. ഓ പാവമ്മ പതുക്കെ. അതിന് വേന എടുക്കും. നല്ലോണം ക്ലീൻ ചെയ്യണേ, അല്ലെങ്കിൽ ചിലപ്പോ വയറൊക്കെ പോട്ടെ ഇല്ലാത്തിന്റെ. പാവം. അയ്യോ എന്റെ ഹാർട്ട് എടുക്കും. തക്കിളി എന്നിട്ട് പൊയ്ക്കാൻ നിനക്ക് പറ്റില്ലെങ്കിൽ മാമി വലിയൊരു രാജ്യസ്നേഹി. ഒന്നെടുത്തോട്ടെ. രാജസ്നേഹി. ജമന്തിയേ ജമന്തി തങ്കം ഇങ്ങോട്ട്. ആ നല്ല പരിപാടി കേട്ടോ. അവിടെ വാതിലൊക്കെ തുറന്നിട്ട് ഇവിടെ നിൽക്കാം. എന്റെ ക്ലീറ്റോ. ആ ചുമ്മാതല്ല സ്മെല്ല്. ഞാൻ കേറി വന്നപ്പോഴേ സ്മെല്ല് കേട്ടോ. ഇതായിരുന്നല്ലേ? എവിടെ നിന്നത്? ഏട്ടൻ കൊണ്ടുവന്ന. ആ ചുമ്മാതല്ല, ആരോ പറ്റിച്ചു. പറ്റിച്ചൊന്നുമല്ല, സംഗതി ചീഞ്ഞതാ. ഭയങ്കര പാടാ. പിന്നെ അതിന് ജീവൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കൂടി തല്ലിക്കൊന്ന്. തല്ലിക്കൊന്നോ? അയ്യോ ഇതിപ്പോ എന്ത് ചെയ്യാൻ പോണോ? എങ്ങനെ വെക്കണം നിങ്ങള്? അങ്ങനെയൊന്നും ചോദിക്കരുത്. ഞങ്ങള് മൊത്തത്തിൽ ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നിക്കുവാ. കൺഫ്യൂഷനാ? അതായത് ഇതിപ്പോ ആരാ? ഞാൻ പണ്ട് വെക്കാറുള്ള പോലെ. നീ ഞാൻ എപ്പോ ഞണ്ട് വെച്ചിട്ടുണ്ട് വീട്ടില്? ഞണ്ട് അവിടെ നമ്മള് ഞണ്ട് മേടിച്ചിട്ടില്ലല്ലോ. നീ പണ്ടെന്ന് പറഞ്ഞാ എവിടെ ആരുടെ കാര്യം പറയല്ലോ? നീ ജനതി എങ്ങനെ ഇപ്പൊ ഇത് വെക്കാൻ പ്ലാൻ ചെയ്യണേ? എനിക്ക് അറിഞ്ഞൂടാ. നാത്തും പറയണ പോലെ വെക്കും. ബെസ്റ്റ്. നാത്ത പറയണ പോലെ വെച്ചാൽ നന്നായിരിക്കും. ഞാന് പറഞ്ഞു കൊടുത്തായിരുന്നു. ഞാന് മറ്റേ കല്യാണത്തിന് മുമ്പ് എന്തൊക്കെയോ തള്ളിയല്ലേ ഉള്ളു ഇവിടെ. ഞാനങ്ങ് ഞണ്ട് വെച്ച് ഇവിടെ ചുമ്മാ. എന്നാ ക്ലീറ്റോ പറ എങ്ങനെയാന്ന് പറ. ഞണ്ട് വെക്കണമെങ്കിൽ അതിന് ഞണ്ട് വേണം ആദ്യം ഇവിടെ. ഇത് ഞണ്ടാ? ഇത് ഞണ്ടും കിട്ടുമെന്നല്ലേ? ഇത് ഞാൻ മാത്രമേ ഉള്ളൂ. ഞണ്ടെന്ന് പറഞ്ഞുണ്ടല്ലോ പണ്ട് പാലായിൽ. അപ്പൊ ഞാൻ കടലിൽ നിന്ന് പിടിച്ചോ ഞണ്ട് മേടിച്ചോണ്ട്. ഓ പാലായില് കടല്? അല്ല പാലായിൽ കടൽ എന്ന് പറഞ്ഞാൽ തൊട്ടടുത്ത എറണാകുളത്താണല്ലോ കടല്. അപ്പൊ ഞാൻ മേടിച്ചോണ്ട് ഓരോ ഞണ്ട് ഇത്ര ഒരു ഇത്ര. ഞണ്ട് ഇങ്ങനെ ഇത്ര നീളം? ഞണ്ട് അല്ല ഞണ്ട് നീളമല്ലോ, ഇത്ര വരും ഓരോ ഞണ്ട്. ഇങ്ങനെ നമ്മളെ നോക്കി ഇങ്ങനെ ഇങ്ങനെ കാണിക്കണേ. മതി മതി, കാര്യം പറ. അതാണ് ഞണ്ട്. അങ്ങനെയുള്ള ഞണ്ട് വെച്ചേ എനിക്ക് പരിചയമുള്ളൂ കണ്ടു. ഓ അന്ന് ഞണ്ട് അമ്മച്ചി അങ്ങോട്ട് എന്ത് ചെയ്തു പറഞ്ഞാണല്ലോ, ആദ്യം മല്ലി മുളകും അങ്ങോട്ട് വറക്കുക. ആവൂ അതങ്ങോട്ട് നല്ല തീയിലിട്ട്, മല്ലിപ്പൊടിയും മുളക് പൊടിയും എടുക്കരുത്, എങ്കിൽ അതിന്റെ ടേസ്റ്റ് പോയി. മല്ലിയും മുളകും അങ്ങോട്ട് വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഈ സാധനത്തിന് കുക്കറിലോട്ട് ഇടണം. നമ്മുടെ കുക്കറുണ്ടല്ലോ, കുക്കറിനകത്തോട്ട് ഇട്ടിട്ട് ഒന്ന് വേവിക്കണം. ഒരു 3 വിസില്. 4 പോരുത് പോയി. 3 വിസിൽ കേട്ട് കഴിയുമ്പോൾ ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും ആ കുക്കറിൽ കേട്ടിട്ടില്ലേ? കുക്കറിലൊക്കെ വേകാനുള്ള അത് വേഗണം. അതാ ഞാൻ പറഞ്ഞത് അങ്ങനത്തെ ഞണ്ടായിരിക്കണം. അപ്പൊ അത് പളവളാന്നായി പോയാൽ ഇത് നല്ല സാധനം. അപ്പൊ ഇതൊരു കാര്യം ചെയ്ത് 2 വിസിൽ 1.5-2 വിസിൽ മതി ഇത് കേട്ടോ, കുക്കറിലിട്ട് വേവിക്കുമ്പോൾ. എന്നിട്ട് എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വറുത്ത മല്ലിയും മുളകും ഉണ്ടല്ലോ, അതിന് മിക്സിയിലിട്ട് അടിച്ചെടുക്കണം.
അടിച്ചെടുത്തിട്ട് ഇതങ്ങോട്ട് വേകുമ്പോൾ ഇതിനകത്ത് ഇച്ചിരി മഞ്ഞപ്പൊടിയും ഇട്ട് ഈ മല്ലിപ്പൊടിയും മുളക് പൊടിയും പൊടിച്ചെടുക്കണില്ലേ അതും കൂടെ ഇട്ട് അതിലോട്ട് ഇട്ടിട്ട് മുക്കാൽ മണിക്കൂർ അങ്ങോട്ട് വേഗം ഇച്ചിരി മല്ലിയില മേളിലോട്ട് ഇടുക. പിന്നെ അത് നമ്മൾ ചെയ്യാനായിട്ട് ഞാൻ ഉപ്പിട്ട് പിന്നെ അതിൽ വേറെ എന്തോ സാധനം ഇങ്ങനെയൊക്കെ ആലോചിച്ചാണോ ഓരോരുത്തർ കറി വെക്കണത്? അല്ലെന്നേ ഞാൻ അമ്മച്ചി വെച്ചതല്ലേ ഞാൻ ആലോചിച്ചത്. കൃത്യമായിട്ട് അറിയാവുന്നത് പറ, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾക്ക് പക്ഷെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോയിന്ന് പറഞ്ഞിട്ട് ഇത് ഇങ്ങനെ അല്ലായിരുന്നോ നന്നാക്കേണ്ടത്? ഇതിപ്പോ ഒരു കാര്യം ചെയ്യും, ഈ സാധനം ഇനി ഇത് നിങ്ങൾ അങ്ങനെ വെക്കണ്ട, ഞാൻ പറഞ്ഞുതരാം. ഇത് ഇനിയിപ്പോ ഞണ്ട് തോരനാക്കി വെക്കാം, അതാ നല്ലത്. തോരൻ തേങ്ങ ഉണ്ടോ? തേങ്ങ ഒരു തേങ്ങ തിരികെ എടുക്കുക. തിരികെ എടുത്തു കഴിഞ്ഞാൽ ഒരു തേങ്ങ വേണോ? അല്ല, തേങ്ങയെങ്കിലും കിടന്നോട്ടെ, ഇതിലിപ്പോൾ ഞണ്ടില്ലല്ലോ, രണ്ടും കൂടെ ആകുമ്പോൾ അത് കറക്റ്റ് ആകും. എന്നിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ഞണ്ട് തേങ്ങ തിരികെ എടുക്കുക, ഈ ഞണ്ടിനെ നിങ്ങളുടെ വേവിക്കുക. ഞണ്ടിനെ വേവിച്ചെടുത്തു കഴിഞ്ഞാൽ അത് അധികം വെള്ളം ഒഴിക്കില്ല, ഇച്ചിരി വെളിച്ചെണ്ണയിലിട്ട് വേവിക്കണം. വേവിച്ചെടുത്തു കഴിഞ്ഞാൽ ഒരര പരുവത്തിന് അത് വെന്ത് കഴിഞ്ഞാൽ നേരെ വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി മുളക് പൊടിയൊക്കെ കൂടെ അതിലോട്ട് ഇടുക. എന്നിട്ട് തേങ്ങ മിക്സിയിലിട്ട് കിർ എന്നൊരു ചെറിയ സൗണ്ട്, കിർ കൂടിപ്പോരുത്, കിറന്ന് കേൾക്കരുത്, എങ്കിൽ പോയി അതിൻ്റെ ടേസ്റ്റേ പോകും. ആ സമയം അതൊക്കെയാണ് ശ്രദ്ധിക്കുക. എന്നിട്ട് ഇത് ഇതിലോട്ട് അങ്ങ് ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ ഇട്ട് ഇളക്കിയിട്ട് ഒരു അരമണിക്കൂർ അങ്ങോട്ട് മൂടി വെക്കണം. മൂടി വെച്ച് അരമണിക്കൂർ കഴിയുമ്പോഴേക്കും ഇതൊരു പരുവാകും. പിന്നെ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി കറിവേപ്പില മേളിലിടുക, കുറച്ച് സവാള, ക്യാരറ്റ് ഇതെല്ലാം കൂടെ കട്ട് ചെയ്ത് എൻ്റെ മേളിൽ. ഇതെന്ത് സാമ്പാറോ? അയ്യോ സോറി, ഞാൻ ക്യാരറ്റ് ഇട്ടാ അതിലല്ല. ഒരു മിനിറ്റ്, ക്യാരറ്റ് ഉച്ചക്ക് ഫാസിൽ ഉണ്ണാനുണ്ടാവും, ഉള്ളത് ഈ ഞണ്ട്. ഇതിലും കൊണ്ടുവന്നപ്പോ ഒരുപാടുണ്ടായിരുന്നു, അതൊക്കെ എന്ത് അത് ഇങ്ങനെയല്ലാന്ന് തോന്നുന്നു. ഞാൻ വേറൊരു ഐഡിയ പറയാം. ഫാസിൽ ഉച്ചയ്ക്ക് ഉണ്ടാവണ്ടല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഫാസിലിന്റെ വീട്ടിൽ കൊടുത്തു വിടും, അവൻ അവിടെ വെച്ച് ഇത് കഴിച്ചോളൂ. ചെയ്തോളാം. അല്ല, ഞാൻ പറയണത് ഇനിയിപ്പം ഒന്നും പറയണ്ടപ്പോ. അതെ, ഇത് ഞാൻ ഫ്രൈ വെച്ച പോലെ തന്നെ വെക്കാം. അല്ല, ഞാൻ പറഞ്ഞു തന്ന ആദ്യത്തത് അതാണ് കറക്റ്റ്, അത് കറക്റ്റാ. കുക്കറിലടിക്കണതോ? മറ്റേ ഇതിലിട്ടിട്ട് എന്നാ കുക്കറിലടിക്കാതെ നല്ലത്. അതാ നല്ലത്. മാറടി കുക്കർ അവിടെ. പിന്നെ എന്ത് കഴിഞ്ഞിട്ട് എന്നെ വിളിക്കരുത്, ഇത് കഴിക്കാൻ കേട്ടോ. നീ എന്നിട്ട് മാർക്കേ, ഈ പെണ്ണിന് പുറത്തു പോയി കളിച്ചോടെ പോയി. ഇനി വാ, നിന്റെ അടുത്തൊരു കാര്യം ചോദിക്കാൻ. മനുഷ്യനൊന്നും മനസ്സിലായി. സ്കൂളിലെ ഒരു ചെറിയ വിഷയം. ഇത്ര വലിയ കുക്കർ ആ ചെറിയ കുക്കർ അതിൽ കഴുകാനിട്ടിട്ടുണ്ട്. ഇതൊക്കെ കഴുകി വെക്കാൻ പാടില്ല നിനക്ക്. ഞാൻ അറിഞ്ഞു ഞണ്ട് വരുന്നു. ആ വലുതില് തന്നെ വെക്കും, കൊണ്ട് പറ്റില്ല അത് കളിക്കാൻ. ഇപ്പൊ ഈ മുളകൊക്കെ നമ്മൾ ഇങ്ങനെ അരിഞ്ഞാ മതിയില്ലേ? വേണ്ട, മുളക് എടുത്ത് തിന്നു നീ. എന്തിനാ എന്നെ വഴക്കൂറേ? പിന്നെ അല്ലാതെ എനിക്കത് കണ്ടിട്ട് അങ്ങനെയാണെന്നൊന്നും തോന്നല്ല കേട്ടോ. കുക്കറും കൂടി ഇട്ട് അടിക്കുമ്പോ അത് എന്താവുക? ശരി എന്നാ വാ, കഴിച്ചിട്ട് വാ. വേണ്ടെന്ന്, ഞാൻ വീട്ടിൽ പോയി നീ വണ്ടി നേരെ ഇട്, സ്റ്റാൻഡിലിട്, കഴിച്ചിട്ട് പോയാൽ മതി. എങ്ങനെയുണ്ട്? റെഡിയായ? എന്തൊരു ഒരു ഞണ്ടിന്റെ നാറ്റം. പിന്നെ ഞണ്ട് കറി വെച്ചാ ഞണ്ടിന്റെ നാറ്റം ഉണ്ടാവില്ലേ? ഒന്ന് മാറ്റിക്കൊടുന്ന പിന്നെ മാക്സ് ഒക്കെ വെച്ചാ ഞാൻ വീട്ടിൽ പോവാന്ന് പറഞ്ഞാണ്. അപ്പൊ ഞണ്ട് കറി വെച്ചേക്കല്ലേ കഴിച്ചിട്ട് പോയാന്ന് പറഞ്ഞ് നിർബന്ധം. അതെ, കുറച്ചുകൂടെ വാങ്ങിക്കാനല്ലടി. അതെ, ഇത് ഉണ്ടാക്കി വന്നപ്പോ ഇച്ചിരിക്കോളം ഉള്ളു. മറ്റേ കൊച്ചിനെ കൊടുക്കണേ. ക്ലിൻസ് കഴിച്ചാ? കഴിച്ച് ഞാൻ വീട്ടിൽ പോയി കഴിക്കാന്ന് പറഞ്ഞു. ഇവൻ സമ്മതിക്കാനല്ല, ഞണ്ട് കറിയാണെന്ന് ഇവിടുന്ന് കഴിച്ചാൽ മതി. ഞാൻ ഏരിയ കൂടെ വിളിക്കാന്ന് പറഞ്ഞാ. അപ്പൊ ഇവന്നെ പറഞ്ഞു വെറുതെ കുറച്ചല്ലേ വാങ്ങിച്ചുള്ളൂ, ഞാൻ ഇതിന്റെ ഇടയിൽ കൂടെ തങ്ക എനിക്ക് ആ കാലിന്റെ പീസ് മതി, വലുത്. കാലിന്റെ പീസ് എന്ന് പറയുമ്പോഴേ ഇതിപ്പോ നമ്മള് ഒരു പ്രത്യേക തരത്തിൽ വെച്ചതായത്. അപ്പൊ അങ്ങനെ പീസായിട്ട് ഇട്ട് കൊടുക്ക അങ്ങോട്ട്, നല്ലതാ. ഇതൊന്ന് കൂട്ടി നോക്ക്, കൂട്ടി വെക്കേ. കണ്ടാ? നല്ലതാ, നല്ലതല്ലേ? ഏട്ടൻ നല്ല മണമൊക്കെ ഉണ്ടടാ. എന്താ ഇത് ഞണ്ട് തീയൽ. ഞണ്ട് തീയൽ തൊണ്ടൊക്കെ പാടെ അരച്ച് കലക്കിയതാണ്. തൊണ്ടൊന്നുമില്ല, പിന്നെ തൊണ്ടൊന്നുമില്ല. ഇതെന്ത് മിക്സിയിലിട്ട് അടിച്ചാ ഞണ്ട്? അല്ല, കുക്കറില് വെച്ചു. കറക്റ്റ് 4 വിസിൽ ഞാൻ ഓഫ് ചെയ്തതാ. അല്ലേ? ഇതൊക്കെ ഞണ്ടാരെങ്കിലും ഈ കുക്കറിലിട്ട് വയ്ക്കോ? എനിക്കറിയാൻ വയ്യ. എന്തിന് പറയണം എന്റെ ദൈവമേ. ഞാൻ നിന്നോട് എന്താ പറഞ്ഞത്?
നിനക്ക് വെക്കാൻ അറിയാമെങ്കിൽ മാത്രം ഇതിന് മെനക്കെട്ടാ എന്ന് പറഞ്ഞാലേ. എനിക്ക് വെക്കാൻ അറിയായിരുന്നു. എന്നിട്ട് ഇതിലെ കഷ്ണം എവിടെ? കഷ്ണം ഉണ്ടല്ലോ അതില്. എവിടെ ഇതില് കഷ്ണം? കഷ്ണം ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു പ്രത്യേക തരത്തില് ഞങ്ങളിങ്ങനെ വെച്ചതാ. അതിന്റെ ദശ എടുത്ത് കലക്കി വെച്ചതാ. എന്റെ പൊന്ന് തങ്ക, നിങ്ങൾ എന്താണ് ഇത് കാണിച്ചത്? എല്ലാം കൂടെ അരച്ച് കലക്കിയതാണോ? അല്ല, അതില് ജീവനുള്ള ഞണ്ടുണ്ടായിരുന്നില്ലേ, അതിനെ ഞങ്ങള് പിടിച്ചപ്പോ അത് അവിടെ നിന്നില്ല, അപ്പൊ തല്ലിക്കൊന്നു. എന്തൊക്കെയാണ് ഇവര് പറയുന്നത്? അല്ല തങ്കം, ഞണ്ട് കറി കണ്ടിട്ടില്ലേ നിങ്ങൾ? ഞണ്ട് കറി കണ്ടിട്ടുണ്ട്. ഞാൻ നന്നായിട്ട് വെക്കാൻ പോയപ്പോഴാണ് നാത്തും വന്ന് എന്നെക്കാ നന്നായിട്ട് വെക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു ഒരുമാതിരി മറ്റു വർത്താനം പറഞ്ഞിട്ട് മതി. ഞാൻ അവിടെ മര്യാദക്ക് സവാള അരിഞ്ഞോണ്ടിരുന്നപ്പോ നീ അല്ലേ ഇങ്ങോട്ട് വിളിച്ച് എന്നെ കയറ്റിയത്? അപ്പൊ ഞാൻ അവിടെ ഞണ്ടുണ്ടെന്ന് പറഞ്ഞപ്പോ നാത്തൂനല്ലേ പറഞ്ഞേ, സ്കൂളില് കുഞ്ഞിലേ തൊട്ട് നാത്തു നന്നായിട്ട് വെക്കൂന്ന്. ഒന്നും മിണ്ടാണ്ടിരുന്നേ. അല്ല മോനെ, നീ ഓർത്ത് നോക്കി, അന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചപ്പോ ഞാൻ അമ്മയുടെ കൂടെ നീ നിന്റെ 8നും 10നും കഥ നിർത്തിക്കേ. അത്ര മോശമല്ല. ഒഴിക്കണ്ട. നീ കഴിച്ചു നോക്ക്, കഴിക്കാതെ എങ്ങനെയാ? രാവിലെ എന്ത് മറ്റേ ഞണ്ടുകരയുടെ കാര്യം പറഞ്ഞ അപ്പൊ ഒരു ബുദ്ധി തോന്നിയതാണ്. എന്നിട്ട് വെക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടാ ഞാൻ അത് വാങ്ങിച്ച തന്നെ. അറിയില്ലെങ്കിൽ അത് പറയണം അറിയില്ലാന്ന്. അറിയാലോ, നല്ലതല്ലേ. കിട്ടി കിട്ടി, കഷ്ണം കിട്ടി, കഷ്ണം കിട്ടി. കഷ്ണം കിട്ടിയെങ്കിൽ അത് നിന്റെ മറ്റൊരു കൊണ്ടുകൊടുക്കും. ഇപ്പൊ ഒന്ന് ഉച്ചയ്ക്ക് പട്ടിണി കിടക്കണ്ടേ? എനിക്ക് വേണ്ട ചോറ് നേരം. അതല്ല, ഞാൻ രാവിലെ വെച്ച സാമ്പാറുണ്ട്, അത് കൂട്ടാം. സാമ്പാർ എന്തേലും എന്തടി ഒലക്ക പിടിക്കാൻ പോലെ നിൽക്കണ? ആ സാമ്പാർ എടുത്തിട്ട് ഒഴിക്ക്. ആ സാമ്പാർ ഇങ്ങോട്ട് എടുക്കാൻ, ഞണ്ട് വെക്കാൻ അറിയാതെ പിന്നെ. Alien versus Alien.